ഹദീസും ഇയാളെക്കാൾ കൂടുതൽ ഓതും. മത്സരമായിരുന്നു, അങ്ങോട്ട് കേട്ടു. മൂപ്പര് ഒന്നോതിയാ മൂപ്പര് രണ്ടോതും. അങ്ങനെയായിരുന്നു കണക്ക്. എന്നിട്ടോ ഇയാൾ ഏതാണ് ഈ സംഭവം? പിണറായി വിജയന്റെ ജാഥ കാസർഗോഡ് നിന്ന് അച്യുതാനന്ദനെ അട്ടിമറിക്കാൻ തിരുവനന്തപുരത്തേക്ക്. ആ ജാഥയുടെ തുടക്കം മുള്ളൂക്കര സഖാവിന്റെ പ്രസംഗം. ഞാൻ ഇത്തവണ ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ എന്റെ സങ്കടം മാറിയത് ഇത് കണ്ടപ്പോഴാണ്, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ്. നഊദുബില്ല, ഈ ചരക്കിനൊക്കെ സ്റ്റേജ് കുത്തിരിപ്പിച്ച സ്റ്റേജ് കത്തിപ്പോകൂടോ? ഞാരെവിടെ പഠിപ്പിക്കണത്? ഈ ജാതി ഈ വണ്ണത്തിലല്ല, അതിലും വണ്ണത്തിൽ തലയിൽ കെട്ടുകെട്ടി വന്ന് ഈ സമുദായത്തെ തകർക്കാൻ വന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടാണ് 60 കൊല്ലക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഈ ജാതി കപട വേഷധാരികളെ, സമുദായത്തിന് അപമാനമുണ്ടാക്കാൻ വരുന്നവരെ, സമുദായത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നവരെ. എന്നിട്ട് പറയാണ് മുസ്ലിയാക്കന്മാർക്ക് ക്ഷേമനിധി ഏർപ്പാട് ചെയ്ത മഹാപ്രതിഭകൾ ഇല്ലേ, മഹാപ്രതിഭകൾ. ഞാൻ ചോദിക്കട്ടെ, ഈ സമിതിയുടെ അടിസ്ഥാനപരമായി ഈ സമിതി മുസ്ലിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളത് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയില്ലായിരുന്നു, വേദിയിൽ അങ്ങനെ പ്രസംഗിക്കില്ലായിരുന്നു. എന്താ പറഞ്ഞത്? 6 ലക്ഷം കോടി വഖഫ് സ്വത്ത് ഇന്ത്യയുടെ മണ്ണിൽ അന്യാധീനപ്പെട്ട് കിടക്കുന്നു. അതിൽ 3 ലക്ഷത്തോളം വരുന്ന 3 ലക്ഷം കോടിയോളം പശ്ചിമ ബംഗാളിൽ മാത്രം. അറിയോ സഖാവേ? എന്നിട്ട് പറയുന്നു ഇതിന്റെ റേറ്റ് പേപ്പർ വാല്യൂ എന്നാണ്. എന്താ ഈ പേപ്പർ വാല്യൂ? ഇവിടുത്തെ KSRTC ബസ് ഓടി തളർന്നാൽ നമ്മളത് വിൽക്കാൻ തീരുമാനിക്കും, ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിക്കും. വിൽക്കാൻ തീരുമാനിക്കുമ്പോ KSRTC ബസിന്റെ വില 1 രൂപയാണ്. 1 രൂപ, 100 പൈസ എന്ന് പറയുന്ന 1 രൂപ. ഈ 1 രൂപയാണ് KSRTC ബസിന്റെ വില എന്ന് വെച്ചാൽ അതാണ് അതിന്റെ റേറ്റ്. ആടുന്ന തുടങ്ങുക, പിന്നെ 10 വിളിക്കും, 100 വിളിക്കും. 16 വർഷമായി കേരളത്തിലെ KSRTC ബസ്സുകൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലേലം ചെയ്തു പോയത് 2,60,000. ഇന്നത്തെ പേപ്പർ വാല്യൂ 1 രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2,60,000 അതിന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട്, 4 വരെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മിനിമം കൂട്ടാം 2,60,000. 6 ലക്ഷം കോടി രൂപയുടെ പേപ്പർ വാല്യൂ വെച്ച് കൂട്ടിയാൽ, ഈ മിനിമം കോസ്റ്റ് വെച്ച് കൂട്ടിയാൽ എത്ര കോടി വരും സഖാവേ? ഈ ആയുസ്സിൽ എണ്ണി തീർക്കാനാവാത്ത സംഖ്യ. അത് ആയുസ്സിൽ എണ്ണി തീർക്കാനാവാത്ത അത്ര സെക്കൻഡുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്ര വലിയ സംഖ്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന് പണം വേണ്ട. ഗുജറാത്തിലെ, ഉത്തർപ്രദേശിലെ, പശ്ചിമ ബംഗാളിലെ, ഡൽഹിയിലെ, മഹാരാഷ്ട്രയിലെ അവിടുത്തെ വഖഫ് സ്വത്തുകൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അതിന്റെ വരുമാനം മാത്രം മതി. ഗവൺമെന്റിന്റെ ഖജനാവിലുള്ളതിനേക്കാൾ, ആ സ്റ്റേറ്റുകളിലെ ഖജനാവുകളിലുള്ളതിനേക്കാൾ പണം അവിടുത്തെ വഖഫ് സ്വത്തുകളിൽ ഉണ്ട്. പറയുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നത് ബംഗാളിൽ. ഏറ്റവും കുറവോ മഹാദ്രോഹികളായ ലീഗുകാരുള്ള കേരളത്തിൽ. അവിടെയാണ് ഏറ്റവും കുറവ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിന്റെ സ്വർഗഭൂമിയായ ബംഗാളിൽ. ഈ വഖഫ് സ്വത്ത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാട് അവിടെ പോയി ഒരു സെമിനാർ നടത്തി നിങ്ങൾ പറയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സേഫ് ആണെന്നും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായി അവർ മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് നൽകിയ ഇവിടെ തന്നെ വേണോ ഈ മാമാങ്കം? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന മലബാറിൽ തന്നെ വേണോ ഈ മാമാങ്കം? കൊല്ലത്തെങ്കിലും മിനിമം വെച്ചൂടെ? തിരുവനന്തപുരത്തെങ്കിലും മിനിമം വെച്ചൂടെ? ആലപ്പുഴയിലെങ്കിലും മിനിമം വെച്ചൂടെ? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റവും നന്നായി മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്ന അവരുടെ പ്രദേശം മലബാറാണ്, മലപ്പുറമാണ്, കോഴിക്കോടാണ്. അവിടെ തന്നെ വേണോ നിങ്ങൾക്ക് ഇത് നടത്താൻ? അപ്പൊ എന്താണ് ഇതിന്റെ ആത്മാർത്ഥത എന്ന് നിങ്ങൾ പരിശോധിക്കണം. സച്ചാർ സമിതിയുടെ മലയാളത്തിൽ ഇറങ്ങിയ 2ാമത്തെ പ്രസിദ്ധീകരണത്തിൽ അതിന്റെ പരിഭാഷയിൽ അതിനോട് ചില പഠനങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പ്രസാധകർ. അതിലൊന്ന് മില്ലി ഗസറ്റ് നടത്തിയിരുന്ന സച്ചാർ സമിതിയുടെ വെളിച്ചത്തിൽ നടത്തിയ അന്വേഷണമാണ്. അതിൽ കൃത്യമായി പറയുന്നത് ബംഗാളിൽ 79% മുസ്ലിങ്ങൾ BPL ആണ്. BPL ഇവിടുത്തെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ സഖാവിനോട് എന്താ സഖാവേ BPL ചോദിച്ചാൽ അവർ പറയും ഇപ്പം വഡാഫോണില്ലേ, അത് നേരത്തെ ഹച്ചായിരുന്നു, അതിനു മുമ്പ് BPL ആയിരുന്നു. പക്ഷെ ഈ BPL അതല്ല, ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയുടെ താഴെ. ദാരിദ്ര്യരേഖയുടെ താഴെ 79% മുസ്ലിങ്ങൾ, ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്തവർ പശ്ചിമ ബംഗാളിലുണ്ട്. കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ. ബംഗാളിനെ കുറിച്ച് ഒരു ചിത്രം എത്രയോ വർഷം മുമ്പ് മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഒരു ജേർണലിസ്റ്റ് 86 വയസ്സുള്ള അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൽക്കത്ത നഗരത്തിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാണ്. ഇയാളോട് പോയിട്ട് ചോദിക്കുകയാണ്,
അദ്ദേഹം ഈ മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകളുടെ അടുത്തങ്ങനെ ഇരിക്കുകയാണ്. ആ റിക്ഷകൾ ബുക്ക് ചെയ്ത് കൊടുക്കണ പോലെ പോയി റിക്ഷക്കാരെ ക്യൂ നിർത്തി ഇങ്ങനെ പറഞ്ഞേക്കാണ്. ഒരു റിക്ഷ പോയാൽ 86 വയസ്സുള്ള അബ്ദുറഹിമാൻ സാഹിബിന് 10 പൈസ കിട്ടും. 8 കൊല്ലം മുമ്പുള്ള കണക്കാണ്. 10 പൈസ കിട്ടും. ഈ 10 പൈസക്കാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് വൈകുന്നേരം വരെ. അയാളോട് ചോദിക്കാണ് ലേഖകൻ പോയിട്ട്, ഇവിടെ മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം എവിടെ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ സഹോദരന്മാരെ? മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും പരിശോധിക്കോ, പോയി ചോദിക്കോ ആരെങ്കിലും? മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം എവിടെ? അബ്ദുറഹ്മാൻ പാർക്കുന്ന സ്ഥലം എവിടെ? അല്ലെങ്കിൽ സുബൈർ പാർക്കുന്ന സ്ഥലം എവിടെ? മുഹമ്മദ് പാർക്കുന്ന സ്ഥലം എവിടെ? അങ്ങനെ ചോദിക്കും. മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം എന്നാരെങ്കിലും ചോദിക്കോ? കൃത്യമായ അയാൾ ഉത്തരം പറഞ്ഞു, ഉണ്ട്. കാരണം മുസ്ലിങ്ങൾ അങ്ങനെയാണ് ബംഗാളിൽ പാർക്കുന്നത്. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, നിങ്ങളൊരു ബസ്സിൽ കയറിക്കോ, എന്നിട്ട് ബസ്സിന്റെ അവസാനത്തെ ടിക്കറ്റ് എടുക്കും. എവിടേക്കാണോ ബസ് പോയി നിൽക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ബസ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് വരെ ഉള്ള ടിക്കറ്റ് എടുക്കുക. പിന്നെ അങ്ങോട്ട് ബസ്സില്ല എങ്കിൽ ഇറങ്ങിക്കോ. ഒരുപാട് ദൂരം നടന്നു പോയാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ പാർക്കുന്ന ഇടം കാണാം. മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണോ? എളുപ്പമാണ്. ഒരു ടാക്സി പിടിക്കൂ, എന്നിട്ട് പോ. ടാക്സി എന്നോ ഈ കാറിന്റെ ഈ വാഹനം സഞ്ചരിക്കാവുന്ന ഗതാഗത യോഗ്യമായ അവസ്ഥ തീരുന്നത് എവിടെ? പരിശോധിക്കൂ. അവിടുന്ന് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലം കാണാം. മുസ്ലിങ്ങൾ പാർക്കുന്ന ഇടം കാണണം നിങ്ങൾക്ക്. എങ്കിൽ ഈ വൈദ്യുത ദീപങ്ങൾ ഉണ്ടല്ലോ, ഈ ഇലക്ട്രിസിറ്റി, ഈ കറണ്ട് എവിടെയാണോ അവസാനിക്കുന്നത് നിങ്ങൾ പോയി നോക്ക്. കാലുകൾ ഇങ്ങനെ മാറി മാറി നടന്നു നോക്ക്. എവിടെയാണോ വൈദ്യുത അവസാനിക്കുന്നത്, കണക്ഷനുകൾ അവസാനിക്കുന്നത്, അവിടുന്ന് ഒരുപാട് അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കാണാം. നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കാണണോ? ഈ വാട്ടർ ടാപ്പുകൾ എവിടെയാണോ പോയി നിൽക്കുന്നത് ഒരുപാട് അപ്പുറത്തുണ്ടാവും മുസ്ലിങ്ങൾ പാർക്കുന്നത്. ഈ ടാറിട്ട റോഡുകൾ എവിടെയാണോ അവസാനിക്കുന്നത് അതിന് ഒരുപാട് അപ്പുറത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവും. അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു മറുപടി ഉണ്ട്. എന്നാലും ബംഗാളിലെ മുസ്ലിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബംഗാളിലെ ചെറുപ്പക്കാരെ കണ്ടില്ലേ ഞങ്ങള്? വണ്ടി വലിക്കുന്ന മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷയുടെ ഡ്രൈവർമാരെ കാട്ടിട്ട് പറയാൻ കണ്ടില്ലേ? ഇവർ ഭാഗ്യവാന്മാരായ ചെറുപ്പക്കാർ. ഇവർക്ക് വാർദ്ധക്യ സഹജമായി ഒരിക്കലും അവരുടെ തലമുടി നരക്കില്ല. അവർക്ക് അവരുടെ കവിളുകൾ തൊലികൾ ചുളുങ്ങില്ല. അവർക്കൊരിക്കലും വാർദ്ധക്യ സഹജമായി അവരുടെ കണ്ണിന്റെ കാഴ്ച പോവില്ല. അവരുടെ പല്ല് കൊഴിയില്ല. അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെന്നാൽ 10-35 വയസ്സാവുമ്പോഴേക്കും അവർ ചോര തുപ്പി മരിച്ചു പോകും. അബ്ദുറഹിമാൻ സാഹിബ് 8 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പത്രപ്രവർത്തകരോട് നടത്തിയ അഭിമുഖമാണിത്. നന്ദിഗ്രാമിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘത്തിന്റെ കൂടെ പോകുമ്പോ ഈ ഒരു ചിത്രമുണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. കൽക്കത്ത എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ, ഡൽഹിയിൽ നിന്ന് കൽക്കത്തയിൽ വന്നിറങ്ങി, ഞാൻ ഒരു വേള അന്തിച്ചു പോയി. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല എയർപോർട്ടുകളിൽ ഒന്നാണ് കൽക്കത്ത എയർപോർട്ട്. ഏറ്റവും നല്ല എയർപോർട്ടുകളിൽ ഒന്ന്, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു എയർപോർട്ട്. ഞാൻ കരുതി ഈ കൽക്കത്തയെ കുറിച്ച്, ബംഗാളിനെ കുറിച്ച് എഴുതിയതും വായിച്ചതും ഒക്കെ തെറ്റാണോ? സൂചനകളാണല്ലോ ലഭിക്കുന്നത്. അങ്ങനെ ഇറങ്ങി കൽക്കത്ത എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 20 മീറ്റർ പോയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി ദുസ്സഹമായ ചീഞ്ഞുനാറ്റം. അപ്പോഴേക്കും റോഡുകളിലെ കുണ്ടും കുടിയും പ്രകടമായി. രാത്രിയിലാണ് ഞങ്ങൾ കൽക്കത്തയിൽ ഇറങ്ങുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ഇതിങ്ങനെ? അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷെരീഫിനോടും അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ അവിടുത്തെ സംസ്ഥാന ഭാരവാഹി ഒക്കെ ആയിട്ടുള്ള, മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഈ സാബിത്തിനോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, ഇരിക്കട്ടെ, നിങ്ങൾ പോയി കിടന്നുറങ്ങ്, രാവിലെ വാ, നമുക്ക് ഇവിടെ ഒന്ന് കാണാം, കൽക്കത്ത നഗരം നമുക്ക് കാണാം. അങ്ങനെ തൊട്ടുപിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ ഭാഗത്തേക്ക് വന്നു.